കേരളത്തിലാദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ ലഭിക്കുന്ന കേസ്. അമ്മയ്ക്കും മകനും ഒരുമിച്ച് വധശിക്ഷ ലഭിക്കുന്ന അത്യപൂർവത. തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി കൊലക്കേസിൽ 3 പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ അത് കേരള നീതിന്യായ ചരിത്രത്തിലെ അപൂർവ സംഭവമായി. എന്തായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ? പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചത് എങ്ങനെ? ഈ കേസിനൊപ്പം കൊല്ലത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവവും കോഴിക്കോട്ടെ കൊള്ളപ്പലിശക്കാരുടെ അക്രമം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കേരളത്തെ ഏറെ നടുക്കിയ സംഭവമായിരുന്നു തിരുവനന്തപുരം വിഴിഞ്ഞത്തെ മുല്ലൂർ ശാന്തകുമാരി കൊലക്കേസ്. സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാനാണ് 2022 ജനുവരി 14 ശാന്തകുമാരിയെ അയൽവീട്ടിൽ വാടകക്കാരായി എത്തിയ പ്രതികൾ ഗൂഢാലോചന നടത്തി ക്രൂരമായി കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 2 വർഷത്തിനുള്ളിൽ കേസിലെ പ്രതികൾക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വിഴിഞ്ഞം സ്വദേശിനി റഫീക്ക ബീവി, മകൻ ഷെഫീഖ്, ഇവരുടെ കൂടെ താമസിച്ചിരുന്ന പാലക്കാട് സ്വദേശി അല്ലമീൻ എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. കേരളത്തിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ ലഭിച്ചെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ കേസിന്. ഒന്നാം പ്രതി വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ റഫീഖ ബീവി, മകൻ ഷഫീഖ്, കേസിലെ 2ാം പ്രതിയായ പാലക്കാട് പട്ടാമ്പി സ്വദേശി അല്ലമീൻ എന്നിവരെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ജഡ്ജി എം ബഷീറാണ് കേരള നീതിന്യായ ചരിത്രത്തിൽ സുപ്രധാനമായ വിധി പ്രസ്താവിച്ചത്. സംസ്ഥാനത്ത് ഒരു വനിതയ്ക്ക് തൂക്കുകയർ ലഭിക്കുന്നത് ഇതാദ്യമാണ്. അമ്മയ്ക്കും മകനും ഒരുമിച്ച് ഒരേ കേസിൽ വധശിക്ഷ ലഭിക്കുന്നുവെന്ന അപൂർവതയും ശാന്തകുമാരി കൊലക്കേസിനെ വേറിട്ട് നിർത്തുന്നു. 34 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. 61 രേഖകളും 34 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കവർച്ച എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജിത് കുമാർ കോടതിയിൽ ഹാജരായി. ഇവർ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് ആണ്. ഈ കേരള സമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് ഈ കോടതി വിധി നൽകിയിട്ടുള്ള സന്ദേശം വളരെ മഹത്തരമാണ്. കോടതി വിധിയെ പ്രോസിക്യൂഷൻ സ്വാഗതം ചെയ്യുന്നു. 2022 ജനുവരി 14 ശാന്തകുമാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ അയൽവീട്ടിൽ വാടകക്കാരായി വന്ന പ്രതികൾ ഗൂഢാലോചന നടത്തി കൃത്യം നടപ്പിലാക്കുകയായിരുന്നു. വിധവയായ ശാന്തകുമാരി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. സംഭവ ദിവസം ശാന്തകുമാരിയെ പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് തുണി കൊണ്ടുള്ള കുരുക്കിട്ട് കഴുത്തു ഞെരിച്ച ശേഷം ചുറ്റിക കൊണ്ട് അടിച്ചാണ് കൊല നടത്തിയത്. സ്വർണമാല, വളകൾ, മോതിരം, കമ്മലുകൾ എന്നിവ കവർന്നെടുത്ത ശേഷം മൃതദേഹം വീടിന്റെ തട്ടിൻപുറത്ത് ഒളിപ്പിച്ചു. രാത്രിയിൽ വീട്ടുടമസ്ഥരാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്കുള്ള ബസിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ വിഴിഞ്ഞം പോലീസ് കഴക്കൂട്ടത്തു നിന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായക തെളിവായിരുന്നു. 2021 കോവളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയത് ഇതേ പ്രതികളാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഷെഫീഖ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ്. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, പോക്സോ കോടതികളിലും ഇവർക്കെതിരെ കേസുകളുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.